ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശനിയാഴ്ചത്തെയും ഞായറാഴ്ച ഞങ്ങളൊരു കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. ഇല്ല, ചെറുക്കൻ നട വരാൻ പോകുന്നത്, അതാ ഞാൻ പതുക്കെ പറയാൻ നിർത്തട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റത്തില്ല. ഈതേച്ച് എന്നോട് ചോദിച്ച്, വിജി ഇവന്മാരുടെ ഇടയിൽ എങ്ങനെ വീഡിയോ എടുക്കുന്നത്? സത്യമാണ്, ബെഞ്ചി എപ്പോഴും പറയും, ഇത് കൊച്ചോളെ നിന്നെ സമ്മതിക്കണം, 10 മിനിറ്റാണെങ്കിലും നീ എടുക്കുന്നത്. കണ്ടോ പെട്ടോളോ ഇവിടെ വരാനായിട്ട്. എടാ നീ ഇച്ചിരി അകത്ത് പോയില്ലടാ ജോഷേ, ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ ഇതൊന്ന് വീഡിയോ ഇത്തിരി നേരം പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാന്ന്. ആ അവിടെ അല്ല, അകത്ത് പോ, അകത്ത് പോടാ. ആ ഇനി കഥ കിട്ടടിക്കല്ലേ, ഞാൻ വിളിക്കുമ്പം വരണം കേട്ടോ, കേട്ടോ. ആ ഇനി കഥ കടയ്ക്കാം, ആൻറ്റി വിളിക്കുമ്പം വരണേ സംസാരിക്കാൻ. ആ അടച്ചോ. ആ ഞാൻ റെയിൻബോ നിക്കർ കാണിക്കാം. അത് കഥ കടയ്ക്ക്, എന്നിട്ട് ഞാൻ വിളിക്കുമ്പം വരണം കേട്ടോ. കഥ കടയ്ക്ക്. ആ ഗുഡ് ബോയ്. എൻ്റെ പൊന്നോ, മറ്റോ പോൾമോൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇവൻ ഇല്ലേ കിളിറാൻ പോലെ. ഞാനാണെങ്കിൽ ചിലപ്പം സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചിട്ട് സ്റ്റോറിലോട്ട് കൊണ്ടുവെക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാൻഡ് അവിടെ കാണും. അതുകൊണ്ടാണ് എനിക്ക് റെസിപ്പികളൊന്നും എടുക്കാൻ പറ്റാത്തത്. ഇവ സ്റ്റാൻഡ് കൂടെ പൊക്കിക്കോട് നടക്കണം. എന്നിട്ട് ഇന്നലെ ആണെങ്കിൽ നോക്കിയുണ്ടെങ്കിൽ ഷീവ സ്റ്റോറിലോട്ട് തന്നെ ഓരോ അനക്കം. ഇവൻ്റെ അരക്കവും കേൾക്കത്തില്ല. കിളിറാൻ പണ്ട് കോഴികളെ കൊണ്ടുപോയി അതുപോലെ ഇവൻ്റെ കാര്യം നോക്കിയുണ്ടെങ്കിൽ ഷീവ പറയും, വിജി എന്തോ സ്റ്റാൻഡേ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ സ്റ്റാൻഡ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനും എന്തെങ്കിലും എൻ്റെ സ്റ്റാൻഡ് ചെയ്ത് വീണു. ആ സ്ക്രൂ ഊരി ലൂസാക്കി എടുത്തോണ്ട് അതൊക്കെ തറയിൽ വീണു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബെഞ്ചി എപ്പോഴും പറയും, കൊച്ചോളെ നീ 10 മിനിറ്റ് ആണെങ്കിലും വീഡിയോ എടുത്തോണ്ടല്ലോ എങ്ങനെ പറ്റുന്നടിയെന്ന്. ഒരു വിധത്തിൽ എങ്ങനെയും ഒക്കെ ഇടും. പിന്നെ ഇവിടെ ഷീവ രക്ഷപ്പെട്ടു വന്നാൽ അമ്മ രാവിലെ ഇങ്ങനെ നീറ്റ് വന്നിട്ട് അരിയാനുള്ളതെല്ലാം അങ്ങ് സാമ്പാറാണെങ്കിൽ സാമ്പാർ, മീനാണെങ്കിൽ മീൻ ഒരിടത്ത് ഇരുന്നങ്ങ് അമ്മ ചെയ്ത് കൊടുക്കും. ഈ അരിച്ചിലല്ലേ പ്രയാസം. ഇവന്മാർ ഇപ്പോഴല്ലേ ഈ വർഷം കഴിഞ്ഞ വർഷം തൊട്ടല്ലേ സ്കൂളിൽ വിട്ടെ. അതിനുമുട്ടി ഇവിടെ ആയിരുന്നല്ലേ, ഒന്നും നടക്കത്തില്ല. ഷീബ തന്നെയാണെങ്കിൽ ഷീബയുടെ ഊപ്പാടാ. അങ്ങോട്ടും ഒരാൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ അടുത്ത ആൾ പോകും. ഇങ്ങനെ വിളിച്ച് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ 2 പേരൂടെ ആകുമ്പോഴേ എന്തെങ്കിലും ചെയ്ത് ഇവന്മാർ 2 കൂടെ അങ്ങ് ഒന്നിക്കും. ഒരാളെ എന്തോലും ചെയ്താൽ എന്നിട്ട് നമ്മുടെ നേരെയാവും 2 കൂടെ. എൻ്റെ കൊച്ചിനെ എന്തോലും ചെയ്തോ, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞു അപ്പം അമ്മ ഇത്രയൊക്കെ ചെയ്ത് അരിഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ നിന്ന് ചെയ്യും. ഇപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ 7:30 ആകുമ്പം ബസ് വരും. എന്നിട്ട് ഒരു 3:30 ആകുമ്പോഴത്തേന് വരും. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ മേളിൽ പോയോണ്ടേ പറഞ്ഞു, ഇവൻ ബസ് ഇറങ്ങി വരുമ്പോഴേ ബസ് നേരത്തെ ഇവിടെ വരെ വരുമായിരുന്നു. അപ്പോഴും അത് ഒത്തിരി രാവിലെ കൊച്ചുങ്ങൾക്ക് പോകണം. കറങ്ങി സ്റ്റാർട്ടിങ് ഇവിടുന്ന് കറങ്ങി കൊച്ചുങ്ങൾ ഷർട്ടിലും അതൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് ഇപ്പം മേളിലോട്ടൊന്ന് കൊണ്ടുവിടും. അവിടുന്നേ പാട്ടും മേളം കൊണ്ടായി ഇളയാണ്. നാട്ടുകാർക്കെല്ലാം അറിയാം എന്തൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിച്ചതെന്നുള്ളത്. അങ്ങനെ ഇപ്പം ഞാൻ ഓടിച്ച് വിട്ടേക്കോ. എൻ്റെ മൊബൈലിൽ ഇത് സ്റ്റാൻഡ് കണ്ടുടനെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇനിയും വിളിക്കട്ടെ, ഞാൻ അങ്ങ് കേട്ടത്. വിളിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോൾ വരണേ, ഇനി ഒന്ന് വിളിക്കട്ടെ. നീ കളിപ്പിക്കുവാന്നോ? പോടി കള്ളി. അവിടെ എന്ത് ചെയ്യുന്നു? പന്നല്ലേ. മുട്ട ഇടുന്നെങ്കി ചിന്ന മഴയാറും ഇല്ലയോടാ, കയറിപ്പോ. മേളത്തെ പൂച്ചയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡലി, ചമ്മന്തിക്കറി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പുലാവ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ വെജിറ്റബിൾസ് ബീൻസും ക്യാരറ്റും ഒന്ന് നെയ്യിൻ്റെ അകത്തൊന്ന് ഇച്ചിരി ഒന്ന് വഴറ്റിയിട്ട് ഇപ്പം എത്ര അരിയാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ
അതിന് ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചിട്ട് ലാസ്റ്റിൽ ഞാൻ 1 ഗ്ലാസ് എക്സ്ട്രാ കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ റൈസിൻ്റെ ഡിപ്പെൻഡിലും ഇരിക്കും. ഞാൻ ബിരിയാണി റൈസാണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ അകത്ത് തന്നെ പൈനാപ്പിളും അരിഞ്ചേർത്ത് ഫ്രഷ് ഇവിടെ പട്ടയുടെ നമ്മുടെ ബേ ലീഫിൻ്റെ കറുകപ്പട്ടയുടെ മരം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് 2-3 ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക, തക്കോലം, പട്ട ഇതൊക്കെ ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് ഇച്ചിരി തിളച്ച് വരട്ടെ. ഞാൻ ബീൻസ് ബീൻസ് വട്ടാണ ചേർത്തിട്ടില്ലേ, ഗ്രീൻ പീസ് അത് ചേർത്തില്ല. അത് താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് റൈസ് കൂടെ ഇട്ടിട്ട് ഞാൻ വറ്റിച്ചെടുക്കുക. അല്ലാതെ ഊറ്റിയെടുക്കേണ്ടവർക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഈ പൈനാപ്പിളൊക്കെ ഇങ്ങനെ അരിഞ്ഞിടാൻ കാര്യം, ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴേ ഇടാൻ കാര്യം ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. ആ പൈനാപ്പിളിൻ്റെ ആ മധുരം ചോറിലും ഇറങ്ങും. അതങ്ങ് പൈനാപ്പിൾ ഇച്ചിരി വേവുകയും ചെയ്യുന്നതുകൊണ്ട് ആർക്കും എടുത്ത് മാറ്റാൻ പറ്റിയില്ല. ഇവിടെ ഒരു 2.5 കിലോ ചിക്കനുണ്ട്. അതിൻ്റെ അകത്ത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ടൊമാറ്റോയും 2-3 ടൊമാറ്റോയുടെ ചേർത്ത് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റാനായിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇവിടെ റൈസൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ അതിൻ്റെ ഇത്തിരി ഉള്ളി ഒരു 2-3 സവാള ഞാനൊന്ന് വറുത്തെടുത്തായിരുന്നു. കാഷ്യൂനട്ടും കിസ്മിസൊന്നും ഇവിടുത്തെ പിള്ളേർക്കും ഇഷ്ടമല്ല, എൻ്റെ പിള്ളേർക്കും ഇഷ്ടം. അതുകൊണ്ട് അതൊന്നും ചേർത്തില്ല. അതൊക്കെ ചേർക്കേണ്ടവർക്ക് അതൊക്കെ ചേർക്കാം. മുകളിൽ വേണമെങ്കിൽ പൈനാപ്പിളും അരിഞ്ഞ് ഇടാം. ഇപ്പം സവാള എല്ലാം നന്നായി വഴന്ന് വന്നു. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മസാലയൊക്കെ മൂത്ത് വന്നിട്ട് ചിക്കനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നേ കപ്പപ്പഴം പോളിനും പ്രൈസിനും ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ അവന്മാർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളുണ്ടെന്നേലും ആകാം പച്ച. പക്ഷേ ഇത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ, അതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ബോംബെ വെച്ച് വാങ്ങിച്ചിട്ട് അതിനങ്ങനെ ഒരു ടേസ്റ്റേ എനിക്ക് തോന്നിയില്ലായിരുന്നു. സവാള 25-ൻ്റെ ഉണ്ട്, 33-ൻ്റെ ഉണ്ട്. ഇത് 25 തോന്നുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഉച്ചയ്ക്ക് കൊടുക്കണം. പിന്നെ പപ്പടം പൊള്ളിച്ച് സാലഡും ഉണ്ടാക്കി, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് അങ്കിളിന് മോൻ മസാജ് ചെയ്ത് കൊടുക്കുക. അവൻ നന്നായി ചെയ്യും. മറ്റോൻ ഇവിടെ കിടന്ന് പാട്ടും മേളവുമാണ്. വൈകുന്നേരം എല്ലാവരും കൂടെ മുറ്റത്തൊരു ഓട്ടവും ചാട്ടവും ഉണ്ട്. എല്ലാവരും ഉടുപ്പൊക്കെ ഊരിയിരിക്കുക. അവനോട് ആ ചൂലിൻ്റെ മൂടും കൊണ്ട് അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞാൽ അവൻ അനുസരണം കൂടുതൽ, അവൻ അതുകൊണ്ടേ ചെയ്യും. ഇത് സൺഡേയിലത്തെ വീഡിയോ. ചർച്ചിൽ പോകാൻ നേരം ഞാനും ഒരുങ്ങിക്കഴിഞ്ഞ്. പിന്നെ പിള്ളേരെ ഒരുക്കുക. ബാക്കി പോളുമോനും പ്രൈസമോനൊക്കെ ഒരുങ്ങി. ഇനി ഷീവയ്ക്ക് ഒരുങ്ങണം. ഹായ്, ഇവിടെ നോക്കടാ ദോശ, ഇവിടെ നോക്കടാ. ആയി നിന്റെ ഫോട്ടോ എടുക്കണാ പറഞ്ഞേ. സമ്മതിക്കരുത്. തിരിഞ്ഞേ ദോശ വേണ. ഞാനും ഉണ്ട്. നീ എല്ലാം അവിടെ പോ, അവിടെ പോ. ജോഷിന്റെ പോ, അവിടെ പുറകിലോട്ട് പോ മോനെ. ജോഷിന്റെ പുറകിലോട്ട് പോ. ആ മതി മതി. ഹായ്, ഇവിടെ വാടാ.
ഓ ആ അത്ര വേണ്ട. ആ മതി. ഇങ്ങനൊന്നും അത് സാരി ഉടുക്കുന്നവരാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ. അയ്യോ അങ്ങനൊന്നും കെട്ടണ്ട. ചിലപ്പോ ഇവരുടെ ടീച്ചർമാർ ഇങ്ങനെ സൈഡിൽ കെട്ടുമായിരിക്കും. അതങ്ങനല്ല, അതിങ്ങനെ സൈഡിൽ ഇടുന്നവരാ ഇങ്ങനെ കെട്ടുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടും. നെല്ലും വിട്, അങ്ങനല്ല. ഇവിടെ ഇങ്ങനെ കെട്ടും. ഇങ്ങനെ ചെയ്യുന്നേ. ഓ എന്റെ ദൈവമേ, എനിക്ക് വയ്യേ. നിന്റെ ടീച്ചർ ഇങ്ങനെയാണോ ചെയ്യുന്നേ? കെട്ടും. ഞാൻ കെട്ടിക്കോളാം. മതി മതി. നീ മേലെ എന്താണ് പോന്നേ? മതി മതി മതി. ബസ് അങ്ങനെ മതി. ചർച്ചിൽ പോകുമ്പോ ഇങ്ങനല്ല ചെയ്യുന്നേ. വിട്. ജേക്ക് മോനെ, ഇതിപ്പോ ഞങ്ങൾ കുറെ ഫോട്ടോകളൊക്കെ എടുത്തതാ. പിന്നെ ചർച്ച് കഴിഞ്ഞ് വന്ന വഴിക്ക് പപ്പാടെ ചേട്ടൻ്റെ വീട്ടിൽ കയറി. അവിടെ അന്നേരം വിക്കി എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അതിൻ്റെ കൂടെ കളിയാണ്. ജേക്ക് മോനെയും ജോഷ് മോനെയും നല്ല പരിചയം. അവർ സ്കൂളിൽ പോകുന്ന വഴി ഇതിലേ ഇല്ലി പോകുന്നത്, റോഡിൽ കൂടെ ഇതിന് ടാറ്റ കൊടുത്തിട്ടൊക്കെയാണ് പോകുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ആയിരുന്നു കളി അവന്മാർ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഈ ജോഷ് മോനുണ്ടല്ലേ, ഒറ്റ ഓട്ടത്തിന് ഇങ്ങ് ഒരു 4-5 വീടുകൾ കഴിഞ്ഞു. പിന്നെ ഇവനെ വിളിച്ചിട്ടൊന്നും ഇവൻ നിൽക്കത്തില്ല, ഓട്ടം. പിന്നെ എനിക്ക് പേടിച്ചെടുക്കാൻ തെറിച്ച് വീഴുമെന്ന്. അപ്പോൾ പോൾമോൻ പറഞ്ഞ്, ജോഷ് മോനെ ഞങ്ങൾ തിരിച്ച് വേറെടുത്ത് പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടന്നു. അപ്പം ഇനി വന്നു. പിന്നെ രണ്ടിനെയും കൈ പിടിച്ചോണ്ടാണ് വരുന്നത്. അതിനകത്തില്ല ഒന്ന്, അതൊരു പ്രത്യേകത. നിന്റെ പപ്പ പഠിച്ചിട്ട് വന്നു. അവൻ പോട്ടെ, അവൻ അറിയാൻ പോകുന്നു. നീ ഇവിടെ എന്നോണം. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.